സ്പോൺസേഡ് ബൈ ഗ്രാമിന് വെറും 100 രൂപ മാത്രം പണിക്കൂലിയിൽ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആലുവ, പെരുമ്പാവൂർ. പവേഡ് ബൈ കണ്ടം കുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ. സൗന്ദര്യം ഇനി ഉള്ളിൽ നിന്നും. 1ഉം 2ഉം സ്ഥാനം നേടുന്ന വിജയികൾക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നു cshopee.com. കേരളത്തിലെവിടെയും പർച്ചേസ് ചെയ്ത് 24 മണിക്കൂറിനകം ക്യാഷ് ഓൺ ഡെലിവറിയുള്ള ഒരേയൊരു ഓൺലൈൻ ഷോപ്പിംഗ് സംരംഭം. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പാട്ടിന്റെ തീരം. പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമചന്ദ്രാദി ഫെയർനെസ് ഓയിൽ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേയേറെ പാട്ടുകാരുണ്ട് കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിച്ചു കിടക്കുന്ന മലയാളി പാട്ടുകാർ. ഈ പാട്ടുകാരെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക, അറിയപ്പെടുന്നവരെ നിങ്ങളുടെ പാട്ടുകൾ കേൾപ്പിക്കുക. അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പാട്ടിന്റെ തീരം. ഇതൊരു പാട്ടുപാടൽ മാത്രമല്ല, പാട്ടിന്റെ കൂടെ കുറച്ച് ഗെയിംസ് ഉണ്ടാവും, കുറേ ചോദ്യങ്ങളുണ്ടാവും, ഒരു എന്തായാലും പറയുക, ഒരു സന്തോഷപ്രദമായ കുറച്ച് നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കുകയാണ്. എന്തായാലും നമുക്ക് കുറേ പാട്ടുകാർ വന്നിട്ടുണ്ട് ഇവിടെ. അതിനു മുമ്പ് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞില്ല നമ്മളല്ലേ? അതെ അതെ അതെ, പാർട്ടിസിപ്പൻസിന് എല്ലാം സമ്മാനമുണ്ട്. സമ്മാനം ആരാണ് സ്പോൺസർ ചെയ്യുന്നത് നമുക്കത് പറയാം. അതെ, ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്നത് cshopee.com നൽകുന്ന ഒരു മനോഹരമായ ഗിഫ്റ്റും, അതോടൊപ്പം ഗ്ലാം ഹെയർ ബുട്ടീക്ക് ജനാമനാട്ടുകര നൽകുന്ന മറ്റൊരു സമ്മാനം. രണ്ടാം സമ്മാനം നൽകുന്നത് cshopee.com നൽകുന്ന സമ്മാനം. ഷോപ്പി കേരളത്തിൽ പർച്ചേസ് ചെയ്ത് 24 മണിക്കൂറിനകം COD ബേസിസിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഏക പോർട്ടലാണ് ഷോപ്പി. ആ ഷോപ്പി നിങ്ങൾക്കായി ഒരു സമ്മാനം ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഇനി പാട്ടുകളും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം അല്ലേ? ശരി. ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ സമർപ്പിക്കുന്നത് ഒരു വലിയ പാട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ്. സുശീലാമ്മ മലയാളത്തിൽ വന്ന് എത്രയോ പാട്ടുകൾ നമുക്ക് പാടി തന്നിട്ടുണ്ട്. മലയാളി അല്ലാതിരുന്നിട്ട് പോലും കുറേയേറെ പാട്ടുകൾ പാടി. അതെ അതെ, നമുക്ക് തമിഴിൽ സുശീലാമ്മ പാടിയിട്ടുണ്ട്, തെലുങ്കിൽ പാടിയിട്ടുണ്ട്, ഹിന്ദിയിൽ പാടിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ സ്വന്തം എന്ന് അഭിമാനിക്കുകയാണ് സുശീലാമ്മയെ, മലയാളി അല്ലായിരുന്നിട്ട് പോലും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സമർപ്പിക്കുന്നത് സുശീലാമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നൗഷാദ് അലി എന്ന സംഗീത സംവിധായകൻ മലയാളത്തിൽ സംഗീത സംവിധാനം നിർവഹിക്കാൻ വന്നപ്പോൾ ധ്വനി എന്ന ചിത്രത്തിന് അദ്ദേഹം മറ്റൊന്ന് ചിന്തിക്കാതെ ഒരു ഫീമെയിൽ സിംഗറെയാണ്, അതായത് ശബ്ദമാണ് തിരഞ്ഞെടുത്തത്. അത് സുശീലാമ്മയുടെ ശബ്ദമായിരുന്നു. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവർക്ക് വേണ്ടിയിട്ട് ആദരവോടെ, സ്നേഹത്തോടെ, പ്രണാമത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് സുശീലാമ്മയുടെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് തുടങ്ങാം. ഓക്കെ. കവിതയ്ക്ക്
നമുക്ക് പാർട്ടിസിപ്പൻസിനെ വിളിക്കണ്ടേ? അവരിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ പാട്ടുകൾ ചോദ്യം ചോദിക്കാൻ കേട്ട് ആൻസർ പറയാനും കുറെ പാട്ടുകളൊക്കെ പാടിത്തരാനും. ഇന്ന് രണ്ട് കൊച്ചു പാട്ടുകാരിയാണ്, രണ്ടുപേരും കൊച്ചു പാട്ടുകാരികളാണ്. നമുക്ക് എന്തായാലും ഇൻവൈറ്റ് ചെയ്യാം രണ്ടുപേരെയും. നിരാമയി ഫ്രം തൃശ്ശൂർ. മോളെ എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. തൃശ്ശൂർ എവിടെയാ വീട്? തൃശ്ശൂര് കുന്നംകുളം ലാസ്റ്റ് ആണ് വീട്. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ മോള്? ഫിഫ്ത്തിലാണ്. ഓക്കെ. നമുക്കിനി അടുത്ത ആളിനെ പരിചയപ്പെടുത്താം അല്ലേ? വന്നിട്ട് നമുക്ക് കൂടുതൽ വിശേഷത്തിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ അടുത്തായി നമുക്ക് സ്വാഗതം ചെയ്യാം മിത്ര ഫ്രം കണ്ണൂർ. മിത്രക്കുട്ടി നമസ്കാരം. കണ്ണൂരിൽ നിന്നാണ് വരുന്നതല്ലേ? നമുക്ക് ഒത്തിരി കണ്ണൂരുകാർ വരാറുണ്ട് അല്ലെ? കണ്ണൂരിൽ നിന്ന് ഒത്തിരി പാട്ടുകാരുണ്ടെന്ന് തോന്നുന്നു, കലാകാരന്മാരൊക്കെ ഉണ്ട്. മിത്രക്കുട്ടി എത്രയിലാണ് പഠിക്കുന്നത്? അഞ്ചില്. ഏത് സ്കൂളിലാ? ചെറുപുഴ ജാനകി മെമ്മോറിയൽ യു പി സ്കൂൾ. ഓക്കെ. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കണേ? രാമരാജ യു പി സ്കൂൾ പുന്നയൂർക്കുളം. അപ്പൊ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ്. മോള് 5ാം ക്ലാസ്സിലല്ലേ പറഞ്ഞത്? ആഹാ, നല്ല ഫ്രണ്ട്സായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് രസമായിട്ട് ഇന്ന് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടോ? നല്ലപോലെ പരിചയപ്പെട്ടോ ഇവർ രണ്ടുപേരെയും? ഫ്രണ്ട്സായോ നിങ്ങൾ? ഓക്കെ. നിങ്ങൾ പാട്ടൊക്കെ പാടി കേൾപ്പിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും? പാട്ട് പാടി കേൾപ്പിച്ചില്ല അല്ലേ? നമുക്ക് എന്തായാലും നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് പോവാം അല്ലെ? ഒരാളുടെ പാട്ട്. അപ്പം നമുക്ക് ഈ പാട്ട് കേട്ട് പിന്നെ ഒരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് റിലാക്സ്ഡ് ആവട്ടെ. അപ്പോൾ ആരാ ആദ്യം പാടുന്നേ? നിരാമയി പാടും. നിരാമയി ഒരു പാട്ട് പാട്. ഏത് പാട്ടാണ് നമ്മൾ പാടാൻ പോന്നേ? എല്ലാരും ചൊല്ലണം. ഓക്കെ. അപ്പൊ നമുക്ക് നിരാമയുടെ പാട്ട് കേട്ടിട്ട് നമുക്ക് ബാക്കി ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ മോളെ നമുക്ക് പാട്ട് കേൾക്കാം. മോള് വാ, വിട്ടിരിക്കാം. നിരാമയി റെഡിയാണല്ലോ പാട്ട് പാടാൻ? ഓക്കെ.
നിരാമയി എവിടെ പോകുന്നു? നിക്കെവിടെ? പാട്ട് പാടിയിട്ട് ഇറങ്ങി അങ്ങ് പോവാണോ? നീ ചോദ്യമൊക്കെ ചോദിക്കാനുണ്ട്. മോള് ഈ പാട്ട് എന്താ സെലക്ട് ചെയ്തേ? ഇഷ്ടമാണോ ഈ പാട്ട്? ഇഷ്ടമാണ്. മോളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ടായത്. എന്നിട്ടും ഇതിപ്പോഴും ആൾക്കാർ പാടുന്നുള്ളത് ആ പാട്ടിന്റെ ഒരു പ്രാധാന്യ അല്ലെ? സ്റ്റേജിലൊക്കെ പാടുന്നുണ്ട്. സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഗാനമേളയ്ക്ക് പാടാറുണ്ട് ഈ പാട്ട് അല്ലേ? അത് കേട്ടോ മനസ്സിലായി. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് വളരെ കൺട്രോൾഡ് ആയിട്ടാണ് പാടുന്നത്. ആ മുഖത്ത് എക്സ്പ്രഷൻ കണ്ടായിരുന്നോ പാടിയപ്പോ? അത് ഞാനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്ന പോലാണ് നിരാമ ഈ പാട്ട് പാടിയത്. കേട്ടില്ലേ ബിൻചേട്ടൻ പറയണേ? നല്ല പാട്ടായിരുന്നു മോളെ കേട്ടോ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമുക്ക് ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് മിത്രയുടെ പാട്ട് നമ്മൾ കേൾക്കും. മിത്രയുടെ പാട്ട് ഇങ്ങനെ കേട്ടോ? ഇഷ്ടപ്പെട്ടോ പാട്ട്? നമുക്ക് പാട്ട് അടുത്ത റൗണ്ട് കഴിഞ്ഞിട്ട് മിത്രയുടെ പാട്ട് കേൾക്കാം. എന്താ, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇത് ചുമ്മാ നമുക്ക് ഗെയിം അല്ലേ? വീട്ടിലിരുന്ന് ഗെയിം കളിക്കില്ലേ നമ്മള്? വീട്ടിലിരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ ഉള്ളൂ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാട്ട് പാടുന്നു, അതിൻ്റെ ഇടയ്ക്ക് കുറേ ഗെയിം കളിക്കുന്നു, അങ്ങനെ പോവാം. ടെൻഷനുണ്ടോ? ചോദ്യം ചോദിക്കട്ടെ. അടുത്ത റൗണ്ട്, ആദ്യത്തെ റൗണ്ട് സരിഗമ പധനി. സരിഗമ പധനി എന്ന് പറയുമ്പോൾ എല്ലാം അറിയാമല്ലോ. സരിഗമ പധനി പാട്ട് പഠിക്കണുണ്ടോ? ആരെടുത്താ പഠിക്കണേ? രമേശ മാഷ്. എവിടെ? അത് ഞങ്ങളുടെ അവിടെ തന്നെ. അവിടെ ഉള്ളതാ അല്ലേ? ഓക്കെ. രമേശ മാഷ് സരിഗമ പധനി സായൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സരിഗമ പധനി സായിൽ സാരി ഗമ പധനി വരെയുള്ള അക്ഷരം ഏതെങ്കിലും മോള് മിത്രയോട് ചോദിക്കണം. ആ അക്ഷരം തുടങ്ങുന്ന പാട്ട് മിത്ര പാട്ട്. മനസ്സിലായല്ലോ? തിരിച്ചത് കഴിഞ്ഞ് അങ്ങോട്ട് ചോദിക്കാം. അപ്പൊ ആ അക്ഷരത്തിൽ തുടങ്ങുന്ന പാട്ട് മോള് പാടണം. ഓക്കെ. സഹായം വേണം. 30 സെക്കൻഡ് ആണുള്ളത്. 30 സെക്കൻഡിനകത്ത് പറയാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സഹായിയെ വിളിക്കാം. അവരൊന്ന് മോളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ രണ്ടുപേരെയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് മിത്രയ്ക്ക് ചാൻസ് കൊടുക്കാം. ആദ്യം പാടിയത് നിരാമയല്ലേ? ഇപ്പം മിത്രയ്ക്ക് ചോദിക്കാം ഏതെങ്കിലും ഒരു അക്ഷരം ഈ സരിഗമ പധനി സായില്. അത് ആ അക്ഷരം തന്നെ ആവണമെന്നില്ല. സാ രീ എന്ന് വെച്ചാൽ രാ രോ എല്ലാം ആവാം. ഓക്കെ. അതുകൊണ്ട് അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. രീ വെച്ച് തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല. മോളെ ഏത് അക്ഷര കൊടുക്കണേ? ഗ വെച്ചൊരു പാട്ട് പാടാം മോളെ. സമയം ഇപ്പൊ കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. 30 സെക്കൻഡ് ഉണ്ട്. ഗൂഗിൾ പണിപ്പാത്ത്. ഓക്കെ, ആയിക്കോട്ടെ. എന്ത് ഗൂഗിൾ ആയിക്കോട്ടെ. തമിഴ് പാട്ടാണോ അത്? അതെ, തമിഴ് പാട്ട്. ഏത് സിനിമയിലെയാ അത്? തുപ്പാക്കി. തമിഴ് അല്ലേ? ഓക്കെ. വിജയ് സിനിമ, വിജയ് പടങ്ങൾ കാണാറുണ്ടോ? കാണാറുണ്ട്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് കേട്ടിട്ട് വേണം കറക്റ്റ് ആണോ എന്ന് എനിക്കറിയാം. എനിക്ക് ഗൂഗിൾ എന്ന് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല ഏത് പാട്ടാണ്. അപ്പൊ മോളെ റെഡി ആണല്ലോ? പാടാം. ഓക്കെ. ഗൂഗിൾ പണിപ്പാത്തേ ഉലകത്തിലെ இந்த ലോകം മുഴുവൻ இருந்தானன் போலகத்திலே யாவு இருந்தானன் போலகத்திலே இந்த ലോകം മുഴുവൻ இருந்தானன் പോലകത്തിലെ. കറക്റ്റ് ആണോ? ഗാവച്ചില്ലേ പാടിയത്? 10 പോയിന്റ് മോൾക്ക് കിട്ടി. കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ്. 10 പോയിന്റ് കിട്ടിയിട്ട് നമുക്കിനി തിരിച്ച് നിരാമയുടെ ഊഴമാണ്. മിത്രയോട് ചോദിക്കാം. ഏത് അക്ഷരം വെച്ചിട്ടാണ്? അത് ശരി. ധാ ഉണ്ട്, പാട്ടൊക്കെ ഉണ്ട്. ധാ കുറേ പാട്ടുകളുണ്ട്. വേഗം, നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്ക്. സഹായം വിളിക്കണമെങ്കിൽ വിളിക്കാം. 30 സെക്കൻഡ് ആവാൻ പോകുന്നതിന് മുമ്പ് വിളിക്കാം. 5 പോയിന്റ് പോകുന്നേ ഉള്ളൂ. സഹായം വേണം. നമുക്ക് സഹായിയെ വിളിക്കാം. പ്ലീസ് ഹെൽപ്പ്. മിത്രയൊന്ന് സഹായിച്ചു കൊടുക്കുക. ചോദ്യം മനസ്സിലായല്ലോ? വെച്ച് തുടങ്ങുന്നൊരു പാട്ട്. ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ കിട്ടി. അറിയാവുന്ന പാട്ടാ?
പാടാമല്ലോ, റെഡിയാണല്ലോ. പാടി ഇത് അതെ, സഹായ വിശ്വാസമായല്ലോ. വിശ്വാസമാണല്ലോ ഉണ്ടല്ലോ. അതെ, ഓക്കെ. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഏതാ പാട്ട് പറഞ്ഞു കൊടുത്തതെന്ന് ഓക്കെ. പാടിക്കോ. ദും 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 ദൂരേതോ രാക്കിളിപ്പാട്ടിൻ തുടങ്ങി ഉത്സവം, കിനാവിൻ ഉത്സവം. ദൂരേതോ രാക്കിളിപ്പാട്ടിൽ തുടങ്ങി ഉത്സവം, കിനാവിനുത്സവം. വെരി ഗുഡ്. എന്തായാലും കറക്റ്റാണ്, ആൻസർ കറക്റ്റാണ്. മോള് ഈ ധാവിച്ച് പാട്ടുകൾ വളരെ കുറവാണ്, എന്നാലും പെട്ടെന്ന് കിട്ടാൻ പ്രയാസമാണ്. മോളുടെ കുറ്റമല്ല, ധാവിച്ച് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ താങ്ക് യു സഹായി, താങ്ക് യു ഫോർ ദ ഹെൽപ്പ്. അപ്പോൾ 5 പോയിന്റ് സഹായിയെ വിളിച്ചത് കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്കോർ ബോർഡ് ഒന്ന് കാണാം. പത്ത് പോയിന്റ് നിരാമയി, 5 പോയിന്റ് മിത്ര. സാരമില്ല, ഇനി നമുക്ക് റൗണ്ട്സ് കിടപ്പുണ്ട്, പാട്ടുമൊക്കെ പാടാൻ കിടക്കുന്നു. അപ്പൊ ഇനി മിത്രയെ കൊണ്ട് നമ്മൾ പാട്ട് പഠിപ്പിച്ചില്ല. ഏത് പാട്ടാ മോള് പാടാമോ? ഞങ്ങൾക്ക് ഒരു ഫുൾ പാട്ട് പാടിത്തരാം. ഞങ്ങൾ ഏതാണ്? കദളി ചെങ്കദളി. അതാരാ പാടിയെന്നറിയാവോ? ഒറിജിനലി ആരാ? ലതാ മങ്കേഷ്കർ. ഓക്കെ, നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. നല്ലൊരു പാട്ടാണ് അല്ലേ, കുട്ടികൾക്ക് പാടാൻ പറ്റിയ പാട്ടാണ്. സാറിന് കൊച്ചു കുട്ടികൾ സ്റ്റേജിലൊക്കെ ഒത്തിരി പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഈ കദളി ചെങ്കദളി എന്നുള്ള പാട്ട്. പാടാം, റെഡിയാണല്ലോ നിരാമയി? ഇനി നമുക്ക് പാട്ട് കേൾക്കാം, കൂട്ടുകാരുടെ പാട്ട് കേൾക്കാം. എന്താ, നമുക്ക് ഇവിടെ വന്നിരിക്കാം, വാ. ശലഭം കഴിയും കിളിക്കൂട്ടിൽ, കിളികൾ വള
വെരി ഗുഡ് വെരി ഗുഡ്. ഈ എന്തൊരു കോൺഫിഡൻസ് അല്ലേ രണ്ടുപേർക്കും. രണ്ട് പാട്ടുകാരും അതിന് എന്താ പറഞ്ഞ ഒരു ടെൻഷനും ഇല്ല. രണ്ടുപേരും പാട്ട് ഉള്ള പാട്ടൊക്കെ രണ്ടുപേരും സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെ 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 അതെ. ഇത് മോള് പാടാറുണ്ടോ? സ്റ്റേജിൽ പ്രോഗ്രാമിന് പാടാറുണ്ട് അല്ലേ? ആ ഒരു കോൺഫിഡൻസ് രണ്ടുപേർക്കും ഉണ്ട് സ്റ്റേജിൽ. കാരണം പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5ാം ക്ലാസ്സിൽ സ്റ്റേജിൽ കയറി ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വഴിക്കൊന്നും പോകില്ല. ഞാൻ കയറിയിട്ടേ ഇല്ല, അത് വേറെ. പക്ഷേ ഇത്രയും കൊച്ചു പ്രായത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസ്, ഭയങ്കര കോൺഫിഡൻസ് നല്ലൊരു ഇതാണ്. എന്നുവെച്ചാൽ പാട്ട് പാടുന്നതിൻ്റെ കൂടെ തന്നെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേജിൽ കൺട്രോൾ ഉണ്ടാവും. നമുക്ക് എന്താണ് അവിടെ കൺവേ ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെരി ഗുഡ്. രണ്ടുപേരും നല്ല പാട്ടുകാരാവും ഉറപ്പായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് പാട്ടിന്റെ തീരം പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ. ഇനി ഒരു ചെറിയ ഇടവേള. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് പാട്ടിന്റെ തീരം പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിലിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത റൗണ്ടിലേക്ക് പോകാം. അതിന് മോൾ ആരാ പാട്ട് പഠിപ്പിക്കണ? ആരാ? പ്രസന്ന ടീച്ചർ. അടുത്ത് തന്നെയാണോ? വീടിന്റെ അടുത്ത് തന്നെയാണോ? ഓക്കെ. എത്ര വർഷമായിട്ട് പഠിക്കണു? 5 വർഷം. 5 വർഷമായിട്ട് പഠിക്കണം. ഓക്കെ. രണ്ടുപേരും നല്ല ഗൈഡൻസോടെ പോകുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലൈറ്റ് മ്യൂസിക് ഒക്കെ പഠിപ്പിച്ച് തരാറുണ്ടോ ടീച്ചർ? ഓക്കെ. പാട്ടാരാ സെലക്ട് ചെയ്യുന്നത്? ഒരു പ്രോഗ്രാമിന് പോകാം പാട്ടാരാ സെലക്ട് ചെയ്യുന്നത്? അമ്മയും അച്ഛനും സെലക്ട് ചെയ്യും. അമ്മയും അച്ഛനൊക്കെ പാടാറുണ്ടോ? അമ്മയച്ഛനും പാടാറുണ്ട്. മോളുടെ അമ്മയച്ഛനൊക്കെ പാടാറുണ്ടോ? അമ്മ കുറച്ചൊക്കെ പാടും, നല്ല ഹെൽപ്പ് ചെയ്യും അല്ലേ? ഒത്തിരി സപ്പോർട്ട് ചെയ്യുവാണ്. പാട്ടക്കാരെ സെലക്ട് ചെയ്ത് തരുന്നത് ഈ പ്രോഗ്രാമിനൊക്കെ പോകും? അമ്മയച്ഛനോട് സെലക്ട് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് പോവാം. റെഡി ആണല്ലോ? റെഡി. അപ്പൊ നിരാമയിൽ തന്നെ തുടങ്ങാം അല്ലേ? അടുത്ത റൗണ്ട് വാക്കിലെ പാട്ട്. വാക്കിലെ പാട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു വാക്ക് പറയും. ആ വാക്ക് വെച്ചിട്ട് എവിടെങ്കിലും വരുന്ന പല്ലവിയിൽ എവിടെയെങ്കിലും വന്നാൽ മതി. റെഡിയാണല്ലോ? ചോദിക്കട്ടെ? രണ്ടുപേരുടെ പെർമിഷൻ ചോദിച്ചിട്ടേ ചോദിക്കത്തുള്ളൂ. രണ്ട് ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ ഫ്രണ്ടിനോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് വേണം. അപ്പോൾ ചോദിച്ചു. ചോദിച്ചു. വേണ്ട, എനിക്ക് അവരുടെ പ്രാക്ക് എനിക്ക് കിട്ടിക്കോട്ടെ എന്ന്. എനിക്ക് അറിഞ്ഞുകൂടാത്താണെന്നുണ്ടെങ്കിൽ ഈ അങ്കിൾ എന്തോ ചോദ്യമോ ചോദിച്ചെന്ന് പറയാം. അതിനായിട്ടല്ലേ ആൾക്ക് ഒഴിയുന്നത്. അപ്പൊ എന്തായാലും ചോദ്യം ചോദിക്കാം. പൂക്കൾ. റെഡി? സഹായം വേണ്ട. ഓക്കെയാണ്? ദൈവമേ. എന്നാ പിന്നെ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഏത് പാട്ടാ? പൂക്കൾ പനിനീർ പൂ. ആയിക്കോട്ടെ. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഈണം കിളിതൻ ഈണം നീയും കേൾക്കുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇതുവഴിയേ തിരികെ വരും. പോരേണം നീ കൂടെ ഇനിയൊരു ഒരു വഴി. പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? കറക്റ്റ് ആണ് അല്ലേ മോളെ? കറക്റ്റ് ആൻസർ. 30 സെക്കൻഡ് ഒന്നും എടുത്തില്ല, 5 സെക്കൻഡിനകത്ത് പറഞ്ഞു. സഹായം വേണ്ട. അതെ, സഹായം വേണ്ട. അപ്പോ അടുത്ത റൗണ്ട് വന്നിരിക്കുന്നത് മിത്ര. റെഡിയാണല്ലോ? റെഡിയല്ലേ? പറയട്ടെ വാക്ക്. ഓക്കെ. മഴ. അറിയാം. സഹായം വേണ്ട. മോളെ പാട്ട് ഏതാണ്? പാട്ട് കിട്ടിയല്ലേ? ഏതാണ്? മഴത്തുള്ളി പളുങ്കുകൾ. പ്രണയത്തിലെ പാട്ടാണ്. റെഡിയാണല്ലോ പാടാൻ? മോളെ പാട്ട് കിട്ടി. മഴ. ഓക്കെ, പാടിക്കോളൂ. മഴത്തുള്ളി പളുങ്കുകൾ കിലുകിലെ കിലുങ്ങുമ്പോൾ മണിച്ചിലമ്പണിയുന്നതാരോ? പ്രണയം പെയ്തിറങ്ങും
നിശ്ചയമണിയുന്നതാരോ പ്രണയം പെയ്തിറങ്ങും പൂങ്കുളിരോ. കറക്റ്റ് ആണ് ആൻസർ. ഓക്കെ, രണ്ടുപേരും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു അല്ലേ? 10 പോയിന്റ് വീതം. നമുക്ക് സ്കോർ ബോർഡ് ഒന്നുകൂടെ നോക്കാം. ഇപ്പം ഇന്നത്തെ റൗണ്ട്സ് എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്ക് സ്കോർ ബോർഡ് എത്രയാണെന്ന് നോക്കാം. രണ്ടുപേരുടെ സ്കോർ ബോർഡ് നോക്കിയപ്പോൾ ഒരാൾക്ക് 5 മാർക്ക് കുറവുണ്ട് അല്ലേ? സാരമില്ല, മിത്രയ്ക്ക് 5 മാർക്ക് കുറവുണ്ട്. നമുക്ക് ഇനിയും റൗണ്ട്സ് ഉണ്ട്, 2 റൗണ്ട്. ടെൻഷൻ അടിക്കാതിരിക്കുക കേട്ടോ. നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. മോള് എങ്ങനെ സ്റ്റേജിൽ മാത്രമേ പാടാനുള്ളൂ? റെക്കോർഡിങ്ങിനൊക്കെ പാടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? റെക്കോർഡിങ്ങിന് പാടി. എന്തിനാ പാടിയിട്ടുള്ളത്? കന്നഡ ഡിവോഷണൽ സോങ്. ഡിവോഷണൽ സോങ് പാടിയിട്ടുണ്ട്. മുത്തപ്പന്റെ പാട്ട് പാടിയിട്ടുണ്ട്. ആരായിരുന്നു സംഗീത സംവിധാനം? സുദർശൻ പയ്യന്നൂർ. അത് ശരി, ഓക്കെ ഓക്കെ. മോൾ ഏതെങ്കിലും വർക്കിൽ പാടിയിട്ടുണ്ടോ? ആൽബത്തിൽ പാടിയിട്ടുണ്ടോ? ആൽബത്തിൽ പാടിയിട്ടില്ല, സ്റ്റേജിൽ മാത്രമേ പാടിയിട്ടുള്ളൂ അല്ലേ? ഇനിയൊക്കെ പാടാൻ കിടക്കുകയല്ലേ, 5ാം ക്ലാസ് അല്ലേ ആയുള്ളൂ. ഇനി എത്ര സമയം കിടക്കണു പാടാനായിട്ട്? നമുക്ക് ഇനിയുണ്ട്, റൗണ്ട്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അടുത്ത ആഴ്ചയും നിങ്ങൾ തന്നെയായിരിക്കും ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ സമ്മാനം ആർക്കാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. സമ്മാനമൊന്നും വിഷമിക്കേണ്ട, നമുക്ക് എല്ലാം സമ്മാനം തന്നിട്ട് ഞങ്ങൾ വിടത്തുള്ളൂ. എന്നാലും നമുക്കൊരു ചെറിയ മത്സരമൊക്കെ വേണ്ട, ഒരു രസമൊക്കെ വേണ്ട, അതിനായിട്ടാ കേട്ടോ. നമുക്ക് സമ്മാനം അടുത്ത ആഴ്ചയുള്ളൂ. എന്തായാലും കഴിഞ്ഞാലേ സമ്മാനം കൊടുക്കാനും പറ്റുള്ളൂ. സമ്മാനം എന്താന്നൊക്കെ ഒന്ന് പറഞ്ഞേരേ അൽക്ക. ഓക്കെ, ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് cshopee.com നൽകുന്ന ഒരു മനോഹരമായ ഗിഫ്റ്റും, അതുപോലെ ഗ്ലാം ഹെയർ ബുട്ടീക്ക് രാമനാട്ടുകര നൽകുന്ന മറ്റൊരു സമ്മാനവുമുണ്ട്. പിന്നെ സെക്കൻഡ് പ്രൈസ് കിട്ടുന്ന ആൾക്കും cshopee.com നൽകുന്ന ഒരു ഗിഫ്റ്റും. സി ഷോപ്പിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായി കേരളത്തിൽ പർച്ചേസ് ചെയ്താൽ 24 മണിക്കൂറിനകം COD ബേസിസിൽ വീട്ടിലെത്തിച്ചു തരുന്ന ഒരേ ഒരു ഓൺലൈൻ പോർട്ടലാണ്, പുതിയതായിട്ട് തുടങ്ങിയാണ് Zshopee. അപ്പോൾ ഞങ്ങളുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് മെയിനായിട്ട് cshopee.com ആണ്. അപ്പോൾ നിങ്ങളെല്ലാം സാധനങ്ങൾ വാങ്ങിക്കാൻ മറക്കാതിരിക്കുക. Zshopee എളുപ്പമാണ്. ഇപ്പോൾ എല്ലാവരും പോർട്ടൽസിലേക്ക് പോവുകയാണ്. കാരണം വെച്ചാൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കുക, പൈസ കൊടുക്കാതെ തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺസെപ്റ്റ്. എന്തായാലും Zshopee.com അതിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളത്തിൽ. നമുക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പാട്ട് പാടുന്നോ? ഇനി പാടണോ? പാടാം. ഏത് പാട്ടാ പാടാൻ പോണ മോള്? ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടൊരു പല്ലവി പാടിപ്പിക്കാം. ഏതെങ്കിലും 4 വരി ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ മോള് പാടാൻ പോണേ? അഴകേ അഴകേ. അഴകേ, ഓക്കെ. മോൾ ഏതാ പാടാൻ പോണേ? മോഹം കൊണ്ട് ഞാൻ. നല്ല 2 പാട്ടാ. അപ്പൊ നമുക്ക് റെഡിയാണല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പൊ എന്തായാലും ആദ്യം മോള് തന്നെ പാട്ട്, നിരാമയി തന്നെ പാടട്ടെ. ഓക്കെ, അഴകേ അഴകേ.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഈ പാട്ടിന്റെ പ്രത്യേകത നാഷണൽ അവാർഡ് കിട്ടിയ അതെ, പാട്ടാണ്. ഉത്തരം ഉണ്ണികൃഷ്ണൻ. അതെ, ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഉണ്ണികൃഷ്ണന്റെ മകൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാണ്. അപ്പോൾ നമ്മുടെ സുമേഷ് ചേട്ടൻ കീബോർഡിൽ സുമേഷ് ചേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് അതെ. ചെയ്തു അല്ലേ? അപ്പോൾ മോളെ നന്നായി പാടി. നമുക്ക് അടുത്ത പാട്ട് മിത്ര. ഏത് പാട്ടാ? മോഹം കൊണ്ട് ഞാൻ. ഓക്കെ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇളം പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇളം പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇളം പൂത്തനാൾ മധു തേടിപ്പോയി. വെരി ഗുഡ് വെരി Very ഗുഡ് good. വെരി ഗുഡ്. ഏത് സിനിമയിലാണെന്ന് അറിയാവോ ഇത്? അറിയില്ല. ശേഷം കാഴ്ചയിൽ നിന്നാണ് സിനിമ. മ്യൂസിക് ഡയറക്ടർ ആരാന്നറിയാവോ? അതും അറിയില്ല. ജോൺസൺ മാഷാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇത് 2 വെർഷനുണ്ട്. ഇത് മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കേട്ടത് ജാനകിയമ്മ പാടിയ പാട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ജയചന്ദ്രൻ പാടുന്ന പാട്ട് ഉണ്ടായിരുന്നു. ഞാൻ വളരെ റീസെൻ്റ് ആയിട്ടാണ് പി ജയചന്ദ്രൻ ഈ പാട്ടിൻ്റെ തന്നെ വേർഷൻ പാടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. മനോഹരമായിട്ടാണ് രണ്ടുപേരും പാടിക്കുന്നത്. എപ്പോഴും എവർ ഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ് അല്ലേ മോഹം കൊണ്ട് ഞാൻ എന്നുള്ള പാട്ട്. എന്തായാലും നല്ല 2 പാട്ട് രണ്ടുപേരും പാടി നല്ല മിടുക്കി കുട്ടികളാണ്. പറഞ്ഞ ഉടനെ റെഡിയാണ് പാട്ട് പാടാനായിട്ട് റെഡിയായിട്ട്. അപ്പോൾ നമുക്ക് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് പാട്ടിന്റെ തീരം പവേർഡ് ബൈ കണ്ടകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് സോയിലിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. തീർച്ചയായിട്ടും അതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് എളുപ്പമായിരുന്നു. പാട്ട് നിങ്ങളൊരു പാട്ടുകാരനോ പാട്ടുകാരിയോ ആണെങ്കിൽ നിങ്ങൾ ട്രാക്കിൽ പാടിയ 2 പാട്ടുകൾ അതോടൊപ്പം നിങ്ങളുടെ ബയോഡേറ്റ ഫോട്ടോഗ്രാഫ് ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, പാട്ടിന്റെ തീരം, കേരള വിഷൻ, കടവന്തറ, കൊച്ചിൻ 20. അല്ലെങ്കിൽ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആലുവ പെരുമ്പാവൂർ ഷോറൂമുകളിലും എത്തിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മെയിലുകൾ അയക്കേണ്ട ഇമെയിൽ ID kvtheeram@gmail.com. അപ്പോൾ നമുക്കിന്ന് പോവാം അല്ലേ? അതെ, പോവാം. റെഡിയാണല്ലോ? അപ്പോൾ ബൈ ബൈ. പല്ലവി തന്നെയാണ്. അടുത്തത് വരുന്നത് മിത്രയ്ക്കാണ് പാട്ട്. അപ്പോൾ ഒരു പാട്ട് പാടിക്കൊടുത്താൽ പല്ലവി ഒരു പാട്ട് പാടിക്കൊടുക്കൂ. സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ട്, സിമ്പിൾ ഒരു പാട്ടാ. ഉറക്കം ടൈം നമ്മൾ കേട്ടില്ലെങ്കിൽ അത് ആൻസറായിട്ട് കൂട്ടില്ല. സഹായിയെ വിളിക്കാം. അല്ലെങ്കിൽ നൊമ്പരം പോ
ശ്രദ്ധിക്കാറുണ്ടോ? ആരാ സംഗീത സംവിധാനം നിർവഹിച്ചത്, ആരാണ്? പാട്ടുകാരെയൊക്കെ നമുക്കറിയാം, കാരണം വെച്ചാൽ പാടുന്ന ആരാണ് നമ്മൾ സ്റ്റേജിൽ കാണാറുണ്ട്. അതിൻ്റെ പുറകിലൊക്കെ ആരൊക്കെയാണ് മ്യൂസിക് ചെയ്ത ആരാണ്, അതിൻ്റെ വരികൾ എഴുതിയേക്കുന്ന ആരാണെന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഹൃദയ മുരളിയിലൊഴുകിവാ അലയും പ്രിയനെ മറന്നുവോ മൃദുലേ മനസ്സു മകന്നു. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. ആദ്യം പാടിയപ്പോ കേട്ടു. കേട്ടു. ഈ പാട്ട് പഴയ പാട്ടുണ്ട്, പുതിയതായിട്ട് തന്നെ ഈ സിനിമ ഡോൾഫിൻ ബാർ അങ്ങനെ കണ്ടൊരു സിനിമ ഇറങ്ങില്ലേ, അതിൽ സുദീപ് പാടിയിട്ടുണ്ട് രണ്ടാമത്. അപ്പോൾ എന്തായാലും ചോദ്യം ഇതല്ല, ആദ്യം മിത്രയാണ് ചോദ്യം ചോദിക്കുന്നത്. ഒരു പാട്ട് പാടുക. കൂടുതൽ ചോദ്യം നമുക്ക് കുഴപ്പിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ചോദ്യം ഒന്ന് മാത്രം, ഒരു പാട്ട് പാടിയിട്ട് അത് സിനിമ ഏതാണെന്ന് പറയാം. വേറെ ഒന്നും ചോദിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് വേണം ചോദിക്കാന്ന്, വേണ്ട, സിനിമ മാത്രം ചോദിച്ചാൽ മതി. മോളും സിനിമ മാത്രം പറയാൻ സമയമാകുന്നു. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പാട്ടിന്റെ തീരം. പവർഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ. സ്പോൺസേഡ് ബൈ ഗ്രാമിന് വെറും 100 രൂപ മാത്രം പണിക്കൂലിയിൽ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആലുവ, പെരുമ്പാവൂർ. പവേഡ് ബൈ കണ്ടംകുളത്തി കുങ്കുമചന്ദനാദി ഫെയർനെസ് ഓയിൽ. സൗന്ദര്യം ഇനി ഉള്ളിൽ നിന്നും. 1ഉം 2ഉം സ്ഥാനം നേടുന്ന വിജയികൾക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നു cshopee.com. കേരളത്തിലെവിടെയും പർച്ചേസ് ചെയ്ത് 24 മണിക്കൂറിനകം ക്യാഷ് ഓൺ ഡെലിവറിയുള്ള ഒരേയൊരു ഓൺലൈൻ ഷോപ്പിംഗ് സംരംഭം.